ഹലോ. ഞാനിന്ന് ഒരു ഒനിയൻ ഷാമ്പു ഇട്ടുവല്ലോ, ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഫോർമുല ഞാൻ ഷെയർ ചെയ്യാം, പക്ഷേ ഇതിലല്ല, അടുത്ത വീഡിയോയിൽ. അത് ചെയ്യുന്നതിനേക്കാളും മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഷാമ്പു ഒക്കെ വീട്ടിലുണ്ടാക്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കണതെന്ന്. അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് എന്താണ്, ഇതിനൊക്കെ ഇത്രയും വില. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഇപ്പോൾ പല പല ബ്രാൻഡുകളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി 500 1000 ഗ്രാമിനൊന്നും ഇത്ര വിലയൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ഇതൊരു 250 ഗ്രാം ആകുമ്പോഴേക്കും എന്താ ഇത്ര വില എന്ന്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൽ വാഷ്, അതായത് നമ്മുടെ ചെളിയൊക്കെ വാഷ് ചെയ്ത് കളയുന്ന സാധനത്തിന് പറയുന്നത് സർഫക്റ്റൻ്റ് എന്നാണ്. ഇതിൽ ഈ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഷാമ്പൂവിൽ നമ്മൾ സർഫക്റ്റൻ്റ് എപ്പോഴും മൈൽഡ് സർഫക്റ്റൻ്റ് ആണ്, നോൺ അയോണിക് എന്ന് പറയും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടീഷണറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ നാച്ചുറലായിട്ടുള്ള, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒലീവിയം 300 ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിൽ നിന്നും അല്ലെങ്കിൽ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സാധനത്തിനേക്കാളും ഇരട്ടി വിലയാണ് ഈ സാധനങ്ങൾക്ക്, ഈ ഇൻഗ്രീഡിയൻസിന്. അപ്പോൾ എന്താണ് ഈ നോൺ അയോണിക് അയോണിക്കിൻ്റെയൊക്കെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഷാമ്പൂവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മിക്കവാറും അയോണിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഷാമ്പൂ ഇടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കംപ്ലീറ്റ് ഓയിൽ നമുക്ക് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ അത് സ്കാൽപ്പിൽ ഡ്രൈനെസ് കൊണ്ടുവരും, ഇച്ചിങ് കൊണ്ടുവരും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് കൊണ്ടുവരും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അറിയാം, അവർക്കൊരു 28-30 ഇയേഴ്സ് ആകുമ്പോഴേക്കും തുടങ്ങും മുടി കൊഴിച്ചിൽ, സ്കാൽപ്പിൽ ഡ്രൈനെസ്, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നു. ഇതിനൊക്കെ പരിഹാരമാണ് ഈ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഷാമ്പു. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കണ്ടീഷനിങ് ഇഫക്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലോവേര ജെല്ല് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാന്തനോൾ വൈറ്റമിൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നിങ്ങൾ ഈ മറ്റു ഷാമ്പുകളിൽ ഇതിൻ്റെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു പേരിന്. അപ്പോൾ അത് നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ 0.05 ഒക്കെ ആയിരിക്കും അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും എസെൻഷ്യൽ ഓയിലുകളെ ഫ്രാഗ്രൻസിന് വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിലുള്ള ആ ചെളിയും ഓയിലും വാഷ് ചെയ്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മുടിയെ നറീഷ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഒത്തിരി നമ്മുടെ പ്രശ്നങ്ങൾക്ക്, മുടിക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നാച്ചുറൽ സർഫക്റ്റൻറ്റ്, നോൺ അയോണിക് സർഫക്റ്റൻറ്റ് വെച്ചുണ്ടാക്കിയെടുക്കുന്ന ഈ ഷാമ്പു. ഇനി ഈ ടൈപ്പ് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചിലത് നാട്ടിലിപ്പോൾ ഒത്തിരി പേര് നാച്ചുറലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മറ്റു ഷാമ്പുകളെ പോലെ പതയില്ലാന്ന്. ശരിയാണത്. കാരണം പത കുറവാണ്. ഇപ്പോൾ നമ്മൾ അധികം ഓയിൽ പുരട്ടിയിട്ട് തല മുഴുവൻ കുളുക്കെ ഓയിൽ തേച്ചിട്ട് നമ്മൾ ഇത് ഇടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ഓയിൽ മുഴുവൻ വാഷ് ചെയ്ത് പോവില്ല. കാരണം ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സർഫക്റ്റൻ്റ് അല്ല. അപ്പോൾ തലയിലധികം ഓയിൽ വേണ്ട, നല്ല ഭംഗിയിൽ മുടി ഇരിക്കണം, ഓയിലി ആയിട്ടുള്ള മുടി ഇഷ്ടമില്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കുകൾ ഉണ്ടാക്കുക. പാക്കുകൾ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പപ്പായ, അതുപോലെ തന്നെ പഴം ഒക്കെ ഒത്തിരി പഴുത്ത് പോകും. നല്ല പഴുത്തത് നോക്കിയെടുത്തിട്ട് അരയ്ക്കുക നന്നായിട്ട്. അതിൽ നമുക്ക് അലോവേര ജെല്ല്, അതുപോലെ ഉലുവയുടെ പൊടി, മൈലാഞ്ചിപ്പൊടി, നമുക്ക് ഇഷ്ടമുള്ളത് മുടിക്ക് ഗ്രോത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നന്നായിട്ടിട്ട് അരച്ച് നമ്മളത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം. എന്നിട്ട് കുളിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കതിൽ ആവശ്യത്തിനുള്ള ഓയിലുകൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഷാമ്പു ഉപയോഗിക്കാനായിട്ട്. ഇത് കോസ്റ്റ് കൂടുതലാണെങ്കിലും ഇത് ഒത്തിരി നാൾ നിൽക്കും. കാരണം നമ്മൾ കുറേ ഓയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഷാമ്പു വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. അതുകൊണ്ടാണ് ഈ പാക്കുകൾ ഇടാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ചെറിയ, ഇപ്പോൾ 500 ml ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 തല കുളിക്കുന്ന ആളാണ്. എനിക്ക് 2 മാസത്തേക്കൊക്കെ നമുക്ക് ആ ഷാമ്പു ഉണ്ടാവും. വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. ഇനി ഈ സെയിം സർഫക്റ്റൻ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ബോഡി വാഷ്, ഫേസ് വാഷ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ച് സർഫക്റ്റൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ബോഡി വാഷിനാണെങ്കിൽ അത്രയും വേണ്ട, തലയിൽ ഉപയോഗിക്കുന്ന അത്ര സർഫക്റ്റൻ്റ് വേണ്ട, അതുപോലെ തന്നെ ഫേസ് വാഷിനാണെങ്കിലും അത്രയും വേണ്ട. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടീഷനിങ് കൊണ്ടുവരുന്ന സാധനങ്ങൾ ആഡ് ചെയ്തൊക്കെ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഹെയറിന് ഒത്തിരി ഉപകാരമുള്ള ഷാമ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോമുലയും ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടീഷനിങ് ഇതായിട്ട് ഉപയോഗിച്ചത് ഇപ്പോൾ ഒഴിക്കുന്നത് ഒലിവിയൻ 300 ആണ്. അതും ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കൂടുതലാണ്. മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റിനേക്കാളും 2 ഇരട്ടിയെങ്കിലും കോസ്റ്റ് ഈ സാധനത്തിനുണ്ടാവും. പക്ഷേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.